നമ്മൾ എൻ്റെ സെയിം എക്സാക്ട് ജനിതകത്തോടു കൂടി വേറൊരു സാഹചര്യത്തിൽ ഒരാൾ വളർന്നാൽ എന്നെ പോലെ ആകണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം അതിനകത്ത് നർച്ചറിനൊരു റോളുണ്ട്. അപ്പോൾ ആളുകൾ ഭയങ്കര കോംപ്ലക്സാണ്. ഇപ്പോൾ ഒരാൾ പരസ്പര വിരുദ്ധമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ രണ്ട് അവസരങ്ങളിൽ പറയുമ്പോൾ അത് പരസ്പര വിരുദ്ധമാണെന്ന് ചിലപ്പോൾ അവർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇപ്പം തേങ്ങ അടിച്ചിട്ട് റോക്കറ്റ് വിക്ഷേപിക്കുന്ന സയൻറ്റിസ്റ്റിനെ നമ്മൾ സ്ഥിരം പറയാറുണ്ടല്ലോ. ഈ തേങ്ങ അടിക്കപ്പെടുന്ന പ്രക്രിയയും റോക്കറ്റ് വിക്ഷേപിക്കുന്ന പ്രക്രിയയും തമ്മിലൊരു വൈരുദ്ധ്യം ആ മനുഷ്യന് ചിലപ്പോൾ കാണാൻ പോലും പറ്റുന്നുണ്ടാവില്ല. നമ്മളിതിനെ കണക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ വൈരുദ്ധ്യം നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അവർ വരുന്നത് രണ്ടും അതിൻ്റെതായ രീതിയിൽ പ്രധാനപ്പെട്ട വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആക്ച്വലി തേങ്ങ അടയ്ക്കുന്നത് ഒരു പ്രക്രിയയാണ്, അതിന്റെ മെത്തേഡ് വേറെയാണ്, ഇത് വേറെ ഒരു മെത്തേഡാണ്. അപ്പൊ അതുകൊണ്ട് മനുഷ്യർ പൊതുവെ എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളതിനകത്ത് ഇങ്ങനെ കോംപ്ലക്സിറ്റി ഉണ്ട്. അതിപ്പോൾ ഹിറ്റ്ലർ ആയാലും മഹാത്മാഗാന്ധി ആയാലും ഈ കോംപ്ലക്സിറ്റി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആത്മീയവാദികൾ ഇത് ചെയ്തിട്ടുണ്ട്. മനുഷ്യർ നല്ലതും ചീത്തയും ചെയ്യുന്ന കൂട്ടത്തിൽ